വെൽക്കം ബാക്ക് ടു സിനി പീഡിക. നമ്മൾ വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത്തവണ ഒരു ട്രെയിലർ റിയാക്ഷനാണ്. മാർഗൻ അല്ലേ, മാർഗൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. വിജയ് ആൻ്റണി നായകനായിട്ട് വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ്. കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഒരു മോഷൻ പോസ്റ്റർ വന്നത്. ഞാൻ കരുതി ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നേ ഉള്ളെന്ന്. എന്നാൽ അതിൻ്റെ ട്രെയിലർ ഇന്ന് റിലീസായിരിക്കുകയാണ്. അപ്പോൾ ട്രെയിലർ കണ്ടതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. വെൽക്കം ടു സിനി പീഡിക. ലെറ്റ്സ് റിയാക്ട്. With Google Workspace, apps like Docs, Drive, Gmail, and Meet are connected and in one place. So you're ரொம்ப கேர்ஃபுல்லா வாட்ச் பண்ணுங்க. கேர்ஃபுல்லா தான் வாட்ச் ஃபாலோ பண்றோம். கில்லர் எவ்ரி செகண்டோட ஃபாலோ பண்றோம். அவ உயிர் நம்ம கையில. மர்டர். ஓ போஸ்ட்மார்ட்டம் போடி விஜயன் கிளின் ஸ்பெஷல் ட்ரக் டோஸ் இன்ஜெக்ட் பண்ணி தான் உடம்ப கருக வச்சாங்க. പോലീസ് മർഡർ ടു മർഡർ, വീണ്ടും മർഡർ. Is Mr. Duru, senior ADGP Mumbai. സമുദ്രത്തിലെ இனிமே இந்த கேஸ் அவர் தான் ஹேண்டில் பண்ண போறாரு. இட்ஸ் கம்ப்ளீட்லி அன்அஃபீஷியல். തീർച്ചയായിട്ടും വന്നാലേ சில சமயம் சில விசச்செடிகளை புடுங்கும்போது നെറ്റും പോകും. மொத்த தோட்டத்தையும் அழிக்க வேண்டியது இருக்கும். ഓ പുള്ളിയുടെ ഒരു സൈഡ് ബ്ലാക്കാണ്. ജൂൺ 27 റിലീസ്. தமிழர் ஏஜ் 23, சன் ஆஃப் முருகவேல். ஐடென்டிஃபிகேஷன் கட் இந்த லெஃப்ட் ஐ ப்ரோ. ஒருத்தனை ஓடவும் விடாம ஒளியவும் விடாம மினிமம் 6 மணி நேரம் இந்த மாதிரி ஐசோலேட் பண்ணோம்னா loser. அவங்க ஐடியல் மைண்டில் இருக்க டெவில் தானா வெளியே வர ட்ரை பண்ணும். இது வெறும் தண்ணியில் கண்ணு பூமியோட ரத்தம். இருபது லிட்டர் தண்ணி கண்ணையும் புஷ்டான் சார். யார் இந்த பையன்? അക്വാമാൻ. അല്ല പിന്നെ എന്താ പറയാ, சொல்லு. இது உனக்கு எத்தனை அதை பண்ணலாம்? நான் சொல்லல, டெவில் வெளியே வர பார்க்கணும். ലിയോ ജോൺ പോൾ. ജൂൺ 27. അജയ് ദിഷൻ. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിജയ് ആൻ്റണി തന്നെയല്ലേ? വിജയ് ആൻ്റണിയുടെ കുറച്ചുനാൾ മുമ്പ് ഒരു സിനിമ റിലീസായിരുന്നു. ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു പോലീസുകാരനായിട്ടായിരുന്നു. അതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിനിമ മുഴുവൻ ആ ട്രെയിലറിനുണ്ടായിരുന്നു. ആരാണ് വില്ലൻ, എന്താണ് ക്ലൈമാക്സ് ഫൈറ്റ്, കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ട്രെയിലറായിരുന്നു അത്. ഞാൻ ആ ട്രെയിലർ ഒന്ന് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, എടാ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്നിട്ട് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അത് തന്നെ, ഇപ്പം ഞങ്ങൾ ചെയ്ത സിനിമ ഇത്രയാണുള്ളത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ ട്രെയിലർ ഇറക്കുന്നത്, അതോ കുറച്ച് കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് കുറച്ച് ത്രില്ലിങ് എലമെൻറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ട് തിയേറ്ററിലേക്ക് വാ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതി ആണോ, അതിനാണോ ട്രെയിലർ ഇറക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇതും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെ തോന്നി. മേഡേഴ്സ് നടക്കുന്നു, അൺഒഫീഷ്യലാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് തൊട്ടു പുറകെ വില്ലനെ വരെ കാണിച്ചു. ഇനി അവരാണോ വില്ലൻ എന്നുള്ളത് പിന്നീട് നമുക്കറിയാം. എന്തായാലും സിനിമയുടെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലാക്കി തന്നിട്ടുള്ളൊരു ട്രെയിലറാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇത് സിനിമ വരുമ്പോൾ അറിയാം. കാരണം വിജയ് ആൻ്റണി ഒരുപാട് സിനിമകൾ ചെയ്യാറുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ ചെയ്യുന്ന സിനിമയ്ക്ക് കണ്ടൻറ്റിലൊരു ക്വാളിറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു പുള്ളി. ബട്ട് ഇപ്പം അത്ര മികച്ച കണ്ടൻറ്റുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ലെറ്റ്സ് സീ, നമുക്ക് ഈ സിനിമ എങ്ങനെ വരും, എന്താവും എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. ജൂൺ 27 പടം റിലീസുള്ളത്. ഇവിടെ റിലീസാവുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോയി കാണുന്നതായിരിക്കും. കണ്ടതിന് ശേഷം അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും. എന്തായാലും
ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.